ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ജാനുവരി ബാച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞ എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ അസൈൻമെന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിലും നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അസൈൻമെന്റിന്റെ റിസൾട്ട് എന്ന് വരും, അതുപോലെ അസൈൻമെന്റ് പാസ്സാവാൻ എത്ര മാർക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അവർക്കുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്ക് ഇനി ഒട്ടും വൈകിക്കേണ്ട, ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അസൈൻമെന്റ് എഴുതുന്ന സ്റ്റുഡൻസ് ചിന്തിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളെടുക്കും നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ റിസൾട്ട് വരാൻ, അതുപോലെ മിനിമം എത്ര മാർക്ക് വേണം പാസ്സാവാൻ, അതുപോലെ എല്ലാ റിസൾട്ടും ഒരുമിച്ചാണോ പബ്ലിഷ് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങി കുറച്ച് ഡൗട്ടൊക്കെ ഇനിയും നിങ്ങളുടെ മനസ്സിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, അസൈൻമെന്റിന്റെ ലാസ്റ്റ് സബ്മിഷൻ ഡേറ്റ് കഴിഞ്ഞാൽ 4 മുതൽ 8 മാസം വരെയാണ് യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് റിസൾട്ട് പബ്ലിഷ് ആവാൻ വേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ലാസ്റ്റ് ഡേറ്റ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 4 മുതൽ 8 മാസം വരെയാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ആവാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. റിസൾട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഫ്രണ്ടിന്റെ റിസൾട്ട് വന്നു, എൻ്റെ റിസൾട്ട് വന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് സബ്മിറ്റ് ചെയ്തത്, എന്നിട്ട് ഒരാളുടെ മാത്രം വന്നു, എൻ്റെ വന്നില്ല, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല സ്റ്റഡി സെന്റേഴ്സും പല ടൈമിലാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അത് എല്ലാ സബ്ജക്റ്റിന്റെ ഒരുമിച്ചായിരിക്കില്ല റിസൾട്ട് വരുന്നത്, പല ടൈമിലായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ ആവും വേണ്ട. ഒരു 8 മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ടും വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെന്ററുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിൻ്റെ എവിഡൻസ് കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് സീൽ വെച്ച് തരും, നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിനൊരു എവിഡൻസ് തരും. ഇപ്പോൾ ബൈ പോസ്റ്റിലായിട്ടാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു എവിഡൻസ് ഉണ്ടായിരിക്കും. ഇതുമായിട്ടാണ് നിങ്ങൾ റീജിയണൽ സെന്ററിനെ സമീപിക്കേണ്ടത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ അതിന്റെ സോഫ്റ്റ് കോപ്പി വേണം എന്നാണ് പറയുന്നത്. മിനിമം നിങ്ങൾ അസൈൻമെന്റ് സ്കാൻ ചെയ്തെങ്കിലും വെക്കണം എന്ന് പറയാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ റിസൾട്ട് പബ്ലിഷ് ആയിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സ്കാൻ കോപ്പി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ക്രൈറ്റീരിയാസും കാര്യങ്ങളും നിങ്ങൾ റീജിയണൽ സെന്ററിനെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും, അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഇപ്പൊ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് 4 മുതൽ 8 മാസം വരെയാണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ റിസൾട്ട് വരാൻ എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലെ അവരുടെ വന്നു, എൻ്റെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പല ടൈമിങ്ങിലാണ്, പല മന്തിൽ, പല ഡേറ്റിലായിട്ടാണ് യൂണിവേഴ്സിറ്റി ഓരോ സ്റ്റഡി സെന്ററും അവർക്ക് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ചാണ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്ക് വേണം മിനിമം പാസ്സാവാൻ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം പാസ്സാവാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കിലാണ് നമുക്ക് അസൈൻമെന്റ് എന്ന് അറിയാം. മിനിമം 35 ആണ് ഡിഗ്രി സ്റ്റുഡൻസിന് പാസ്സാവാൻ വേണ്ടത്. PG സ്റ്റുഡൻ്റ് ആണെങ്കിൽ 40%, അതായത് 40 മാർക്സ് ആണ് 100ൽ നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത്. അപ്പം മിനിമം അത്ര മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ മിനിമം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യരുത്. 90-95 ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ബൈ ചാൻസ് അസൈൻമെന്റിൽ തോറ്റു പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇരട്ടിപ്പണി ആരും എടുക്കണ്ട. നല്ല രീതിയിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ് എ ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വേണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അസൈൻമെന്റിന്റെ റിലേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സും നിങ്ങളുടെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.